6 കുട്ടികൾ ആരും ഇല്ലാത്തൊരു പഴയ ബിൽഡിങ്ങിൽ പോവാണ്. അവരവിടെ പോയത് മറ്റൊന്നിനുമല്ല, ഒരു യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യാനാണ്. അവിടെ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അവര് പ്രേതമൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. എന്നാൽ അവരവിടെ പോയി മന്ത്രവാദം ചെയ്യും, ചുമ്മാ തമാശയ്ക്ക്. പിന്നീട് നടന്നതോ ഭയങ്കര മൃഗീയായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ? അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു പാവക്കുട്ടി അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബബിൾ ഉണ്ടല്ലോ, സോപ്പ് ഊതി പെരുപ്പിക്കുമ്പോൾ വരുന്നൊരു ബബിള്, അതിങ്ങനെ പറന്ന് നടന്നിട്ട് ഒരു പെൺകുട്ടിയുടെ മണ്ടയിൽ പോയി നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയിൻ തന്നെയാണ്. ആ കുമിള പൊട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. അവൾ എണീറ്റ ഉടനെ പുറത്തൂടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാനായിട്ട് അവൾ പുറത്തു ചെന്ന് നോക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി കാല് വയ്യാതെ കാലഴച്ചഴിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൾ ആ കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിറകിലിരുന്ന ആ പാവ തറയിൽ വീഴും. അത് കണ്ട് അവൾ പേടിച്ചു പോകുന്നുണ്ട്. അതെന്താ താഴെ വീണെന്ന് നോക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ പാവ പുറത്തോട്ട് ഒറ്റ പോക്ക്. നേരത്തെ ആ കുട്ടി ഓടി കളിച്ചില്ലായിരുന്നോ, കാല് വലിച്ച് ആ കുട്ടിയുടെ അങ്ങോട്ടാണ് പോയത്. എന്നാൽ ആ പാവ എങ്ങോട്ടാ പോയെന്ന് ഹീറോയിൻ അറിയാൻ പാടില്ല. ഈ പാവ എങ്ങോട്ടാ പോയെന്ന് കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം പരതി നടക്കും. അവസാനം ഒരു റൂമിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആ പാവ അവിടെ കിടപ്പുണ്ട്. എന്നാൽ അതിനെ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ആ പാവ ഒറ്റ പോക്കാണ് കട്ടിലിന്റെ അടിയിലോട്ട്, എന്തോ പിടിച്ച് വലിച്ചതുപോലെ. കട്ടിലിന്റെ അടിയിൽ എന്താണെന്ന് വിചാരിച്ച് പതിയെ കട്ടിലിന്റെ അടിയിലോട്ട് നോക്കുമ്പോൾ പെട്ടെന്നൊരു കൈ പുറത്തോട്ട് വരും. അതൊരു പ്രേതമാണ്, ഒരു കുട്ടി പ്രേതം. ആ പ്രേതം വന്നിട്ട് ഹീറോയിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പ്രേതത്തിന്റെ കഴുത്തിൽ എന്തോ ഒരു കമ്പി വെച്ച് മുറുക്കിയിട്ടുണ്ട്. ഈ മുള്ളു കമ്പിയൊക്കെ ഇല്ലേ, അതുപോലെ എന്തോ ഒരു കമ്പി വെച്ച് മുറുക്കിയിട്ടുണ്ട്. ആ പ്രേതം ഹീറോയിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് നോക്കുകയാണ്. ഇതും കണ്ട് ഹീറോയിൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. ഇത്രയും നേരം കണ്ടത് ഹീറോയിന്റെ സ്വപ്നം മാത്രമായിരുന്നു. അതുമല്ല, തൊട്ടടുത്ത് തന്നെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. അത് ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണ്. സ്വന്തം സിസ്റ്റർ അല്ല, പകരം വേറൊരു അമ്മയ്ക്കുണ്ടായ സിസ്റ്റർ. സിസ്റ്റർ ചോദിക്കും, നിന്റെ കഴുത്തിന് എന്താ പറ്റിയെന്ന്. അവളുടെ കഴുത്ത് ഒറിജിനലായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ആ പെൺകുട്ടി പിടിച്ച് മുറിച്ചതാണോ ആ പ്രേത പെൺകുട്ടി, അറിയാൻ പാടില്ല. അല്ലെങ്കിൽ അവള് ഉറക്കത്തിൽ അറിയാതെ മുറിച്ചതാണെന്ന് കള്ളം പറയുന്നുണ്ട്. ഇനിയിപ്പോ എങ്ങനെ മുറിഞ്ഞതാണെന്ന് അറിയാൻ പാടില്ല. സിസ്റ്റർ അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോയിൻ പതിയെ എണീറ്റ് അവളുടെ ലാപ്പിന്റെ മുന്നിൽ പോയിരിക്കും. അതിനകത്ത് തന്നെ വാൾപേപ്പറായിട്ട് ഇട്ടേക്കുന്നത് ഹീറോയിനും വേറൊരു കൊച്ചു പെൺകുട്ടിയും നിൽക്കുന്നതായിട്ടാണ്. എന്നാൽ അത് സ്റ്റെപ്പ് സിസ്റ്റർ അല്ല, വേറെ ആരും കണ്ടാണ്, അറിയാൻ പാടില്ല. അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പൊ ഹീറോയിൻ ആ ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ ലാപ്പിലോട്ട് ഒരു മീറ്റിംഗ് വരും. കുറച്ച് കൂട്ടുകാര് അവളെ വിളിച്ചതാണ്, അതുകൊണ്ട് തന്നെ അവള് മീറ്റിംഗിൽ കയറും. എന്നാൽ ഒരു കൂട്ടുകാരി മാത്രമേ മീറ്റിംഗിലുള്ളൂ. എല്ലാവരും പതിയെ വരുന്നതേ ഉള്ളൂ. ഓരോ ആൾക്കാരായിട്ട് പതിയെ വരും. 4 കൂട്ടുകാര് ഇവൾക്കുണ്ട്. അതിൽ ആ വെള്ള ടീഷർട്ട് ഇട്ടിരിക്കുന്ന ആള് ഹീറോയാണ്. അതുപോലെ തന്നെ ആപ്പിളും കടിച്ചുകൊണ്ടിരിക്കുന്നവൻ കൂട്ടുകാരൻ. പിന്നെ കണ്ണാടി വെച്ച പെൺകുട്ടിയില്ലേ, അത് സാധാ കൂട്ടുകാരി. അതുപോലെ മറ്റേ പെൺകുട്ടി അത് ഹീറോയിന്റെ ബഡ്ഡി കൂട്ടുകാരിയാണ്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരെല്ലാരും കൂടെ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. അതായത് യൂട്യൂബിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ ആരാണോ വീഡിയോ എടുക്കുന്നത് അവർക്കൊരു പ്രൈസ് ഉണ്ട്. കുറച്ച് പൈസയായിട്ട് സമ്മാനം കിട്ടും. അതിന് പോവാനായിട്ട് ഇവര് പ്ലാൻ ഇടുന്നുണ്ട്. ഒരു പ്രേതമുള്ള വീഡിയോ ഇവർക്ക് പിടിക്കണം, എന്നാലേ ആ മത്സരത്തിൽ ജയിക്കാൻ പറ്റൂ. അപ്പൊ അതിനായിട്ടാണ് പ്ലാൻ ഇടുന്നത്. ഇവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല. ഏതെങ്കിലും ഒരു ആളില്ലാത്ത ബിൽഡിങ്ങിൽ പോയിട്ട് വേണം അത് ഷൂട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ മറ്റേ പയ്യൻ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കും. നേരത്തെ ഏതൊക്കെയോ ഗ്രൂപ്പുകാർ ഒരു ബിൽഡിങ്ങിൽ പോയിട്ട് എന്തൊക്കെയോ മന്ത്രവാദം ചെയ്ത് ഫേക്ക് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒറിജിനലായിട്ട് പ്രേതം വന്നിട്ടില്ല. എന്നാൽ അവര് വീഡിയോയിൽ കാണിക്കുന്നത് പ്രേതം വന്നിട്ടുണ്ടെന്നുള്ള രീതിയിലാണ്. എന്നാൽ ഒറിജിനലായിട്ട് പ്രേതമൊന്നും വന്ന് കാണത്തില്ല. ഇവർക്ക് എല്ലാവർക്കും അറിയാം പ്രേതമൊന്നും ഇല്ലാന്ന്. അതുകൊണ്ട് തന്നെ ആ ബിൽഡിങ്ങിൽ പോയി പ്രേത വീഡിയോ പിടിച്ചാലോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇവർക്ക് അറിയില്ല പോണോ വേണ്ടതെന്ന്. ഹീറോയിൻ സമ്മതിക്കും, ഞാൻ വരാമെന്ന് സമ്മതിക്കും. ഹീറോയിൻ സമ്മതിച്ചത് കൊണ്ട് തന്നെ ബഡ്ഡി കൂട്ടുകാരെയും സമ്മതിക്കും. പിന്നെ ബാക്കിയുള്ള ആൾക്കാരും ഒന്ന് സമ്മതിക്കും. ഇവര് മാത്രം ഒറ്റയ്ക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും കൂടെ പോയാലല്ലേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കാൻ പറ്റൂ. അതുമല്ല, ഇവരെ 5 പേരേ ഉള്ളൂ. 6 പേര് വേണം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടും മന്ത്രവാദം ചെയ്യാനായിട്ടും. ഇപ്പൊ ആര് വരുമെന്ന് വിചാരിച്ച് ഇവർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴായിരിക്കും ഹീറോയിന്റെ അടുത്ത് എന്തോ പറയാനായിട്ട് സ്റ്റെപ്പ് സിസ്റ്റർ അടുത്തോട്ട് വരുന്നത്. അവൾ വന്നിട്ട് എന്തോ ഒരു കാര്യം പറയും. ഹീറോയിൻ ഒരു ഐഡിയ തോന്നും, ഇനിയിപ്പോ സിസ്റ്ററിനെ കൊണ്ടുപോയാലോ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം വരാൻ ഗൈസ് എന്ന് പറഞ്ഞിട്ട് സിസ്റ്ററിനെ വിളിച്ച് മാറി നിന്ന് സംസാരിക്കും. അതിന്റെ ഇടയിൽ കൂട്ടുകാരൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഹീറോയിനെ പറ്റി. അത് മറ്റാരുമല്ല, അത് ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണ്. അതായത് അവളുടെ 2ാം അമ്മയുടെ മോളാണ്. അവളുടെ അച്ഛൻ ഉണ്ടായതല്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഹീറോ മിണ്ടാതിരിക്കാൻ പറയും അവനോട്. കാരണം ഹീറോയിൻ ഇത് കേട്ടാല് വിഷമാവത്തില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാല്. കുറച്ച് കഴിയുമ്പോൾ ഹീറോയിൻ അങ്ങോട്ട് വരും. സിസ്റ്ററിന് താല്പര്യം ഉണ്ടെന്ന് പറയും. ഇപ്പൊ 6 പേരായില്ലേ, അതുകൊണ്ട് തന്നെ 6 പേർ കൂടെ ഒരുമിച്ച് പോയി വീഡിയോ ഷൂട്ട് ചെയ്ത് പ്രേതത്തിനെ പിടിക്കാം. പ്രേതത്തിനെ പിടിക്കാനല്ല, പ്രേതത്തിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാനാണ് പോകുന്നത് മന്ത്രവാദത്തിലൂടെ. അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ആ പ്രോഗ്രാം നടക്കുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് പ്രൈസ് വാങ്ങാനാണ് ഇവരുടെ പ്ലാൻ. ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന വീഡിയോ പിടിച്ചാൽ മാത്രമേ ഇവർക്ക് പ്രൈസ് കിട്ടത്തുള്ളൂ. എന്തായാലും അവർ പ്ലാൻ ഇടുന്നുണ്ട്. എല്ലാവരും യൂണിഫോം ഇട്ടിട്ട് വേണം ഇന്നത്തെ ആ പ്ലാനിന് വേണ്ടി വരാൻ, അല്ലെങ്കിൽ പ്രേതത്തിനെ കാണാനായിട്ട് വരാൻ. എന്നാലേ വീഡിയോക്ക് കൂടുതൽ റീച്ച് കിട്ടും. എല്ലാവരും മീറ്റിംഗ് കട്ട് ചെയ്യാണ്. ആ സമയം ഹീറോയിന്റെ ലാപ്പിലോട്ട് ഒരു മെസ്സേജ് വരും. അതായത് ഹീറോയിന്റെ ഒറിജിനൽ സഹോദരി, അവളുടെ സ്വന്തം കൂടപ്പിറപ്പ് മരിച്ച ദിവസം ഇന്നാണെന്ന്. ആണ്ടില്ലേ, അതായത് വർഷത്തിലെ ഈ സമയം, ആ ഒരു ദിവസമാണെന്ന് അതിനകത്ത് മെസ്സേജ് വരുന്നുണ്ട്. അതിനർത്ഥം ഹീറോയിന്റെ സഹോദരി മരിച്ചു
മരിച്ചുപോയി, ഒറിജിനൽ സഹോദരി. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ കൂടെ ഉള്ളത് സ്റ്റെപ്പ് സിസ്റ്റർ ആണ്. ഇതിനുശേഷം ഹീറോയിനും അനിയത്തിയും കൂടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേരെ കൂട്ടുകാരെ കാണാൻ ചെല്ലും. അവരും ഡ്രസ്സൊക്കെ ഇട്ട് യൂണിഫോം ഒക്കെ ഇട്ട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. എല്ലാരും കൂടെ ഒരു മിറർ ഉണ്ട്, അതായത് ഈ വളവിലൊക്കെ വെക്കുന്ന മിറർ ഇല്ലേ, അതുപോലത്തെ ഒരു മിററിന്റെ ഫ്രണ്ടിൽ പോയി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള ആൾക്കാർ അവിടെ നിന്ന് പോകും. ഹീറോയിൻ മാത്രമേ കണ്ണാടി നോക്കാനായിട്ട് അവിടെ നിൽക്കുമ്പോൾ പിറകിലായിട്ട് ഒരു രൂപത്തെ കാണുന്നുണ്ട്. അവൾ പേടിച്ച് പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ രൂപത്തിനെ കാണാനില്ല. അവൾ ആകെ സ്തംഭിച്ച് സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാർ ഹീറോയിനെ വിളിക്കും, വാ നീ എന്താ അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇത് പുറത്ത് പറയാതെ അവരുടെ കൂടെ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവര് രാത്രി ആരും ഇല്ലാത്തൊരു പ്രദേശത്ത് വരും. അവിടെ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതുമല്ല ഏതോ പൂച്ച കരയുന്ന ശബ്ദം കേട്ടിട്ട് അവര് പേടിക്കുന്നുണ്ട് എല്ലാരും കൂടെ. അവരാണ് പ്രേതത്തിനെ കാണാനായിട്ട് പോകുന്നത്. ഒറിജിനലായിട്ട് പ്രേതമൊന്നുമില്ല, പകരം ചുമ്മാ യൂട്യൂബിലുള്ള ആൾക്കാരെ പറ്റിക്കാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പോകുന്നതാണ്. ഇവരെങ്ങോട്ട് പോകണമെന്ന് അറിയാതോ ഒരു ബിൽഡിംഗ് കണ്ടുപിടിക്കണമല്ലോ. നേരത്തെ ഉള്ള ഒരു ഗ്രൂപ്പുകാർ ആ ബിൽഡിങ്ങിൽ എന്തൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ബിൽഡിംഗ് കണ്ടുപിടിക്കാനായിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ വീഡിയോ നോക്കി അവിടെ വരുമ്പോൾ ആ ബിൽഡിംഗ് എങ്ങോട്ടാണെന്ന് അറിയാൻ പാടില്ല. ഇവർ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഒരു സ്ഥലത്തൊരു ബബിള് കാണുന്നുണ്ട്. അത് കണ്ട് അവൾ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അവൾ ഈ ബബിൾ ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ടാണ് കാണുന്നതെന്ന് അറിയാൻ പാടില്ല. എന്തായാലും കൂട്ടുകാരൻ ഈ സമയം കൊണ്ട് ആ ബിൽഡിംഗ് കണ്ടുപിടിച്ചു. വാ നമുക്ക് ആ ബിൽഡിങ്ങിലോട്ട് പോവാന്ന് പറഞ്ഞിട്ട് എല്ലാരെയും വിളിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിലോട്ട് പോവാണ്. കൂടെ തന്നെ ഹീറോയിനും ഇതൊന്നും പുറത്ത് പറയാതെ പോകുന്നുണ്ട്. അങ്ങനെ അവർ അകത്ത് കയറി നോക്കുമ്പോൾ അത് പഴകിയ ചിലന്തിയോലയൊക്കെ പിടിച്ച് ഒരു പഴയ ബിൽഡിംഗ് ആണ്. ആരും ഇല്ല ആ പ്രദേശത്തൊന്നും. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും സഹായിക്കാനായിട്ട് ആരുമില്ല. ഇപ്പൊ അവർ അകത്ത് കയറി നോക്കുമ്പോൾ അവിടെ ഒരു സിമ്പല് വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഗ്രൂപ്പുകാർ മന്ത്രവാദം ചെയ്ത ഒരു സിമ്പലാണ്. ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അവർ അന്വേഷിച്ച് വന്ന ബിൽഡിംഗ് ഇത് തന്നെയാണെന്ന്. ഇത് കണ്ട് കൂട്ടുകാരി പെൺകുട്ടി, ബഡ്ഡി കൂട്ടുകാരി ഇല്ലേ, ബഡ്ഡി കൂട്ടുകാരി പേടിയും ഹീറോന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ഹീറോനെ ബഡ്ഡി കൂട്ടുകാരിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ പിടിച്ചത്. എന്നാൽ അവന് വേറെ ഏതോ ഒരു പെൺകുട്ടീനെ ഇഷ്ടമുള്ളത് പോലെ ബഡ്ഡി കൂട്ടുകാരിയുടെ കൈ എടുത്ത് മാറ്റുന്നുണ്ട്. അവന് ബഡ്ഡി കൂട്ടുകാരിയോട് താല്പര്യമില്ല. പിന്നീട് അവരെല്ലാരും കൂടെ ആ ബിൽഡിംഗിൽ പരതി നടക്കും. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ഡോറ് കണ്ടുപിടിക്കും. കൂട്ടുകാരൻ പെട്ടെന്ന് തന്നെ ചെന്ന് ആ ഡോറ് തുറക്കും. അതിന്റെ അകത്തുനിന്നാണെങ്കിൽ മൂക്കിൽ കുത്തിക്കയറുന്ന രീതിയിലുള്ള മണമാണ് വരുന്നത്, പഴകിയ മണം. ബാക്കിയുള്ള ആൾക്കാർക്ക് പേടിച്ച് മാറി നിൽപ്പുണ്ട്, ബഡ്ഡി കൂട്ടുകാരിയും അല്ലാത്ത കൂട്ടുകാരി. എന്നാൽ ഹീറോയിന് വലിയ കുലുക്കൊന്നുമില്ല. ബാക്കിയുള്ള ആൾക്കാർ ഇത് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ, നമുക്ക് പോവാന്ന് പറയുമ്പോൾ ഹീറോയിൻ അതിന് സമ്മതിക്കത്തില്ല. നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, എന്തായാലും ഇത് നോക്കി ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോവാന്ന് ബാക്കിയുള്ള ആൾക്കാരെ നിർബന്ധിക്കും. ഹീറോയിൻ പറഞ്ഞതുകൊണ്ട് തന്നെ ബാക്കി രണ്ട് കൂട്ടുകാരികളും അതുപോലെ തന്നെ ഹീറോയിൻ സമ്മതിക്കും. എല്ലാരും കൂടെ ഡോറ് തുറന്ന് അകത്തോട്ട് കയറുകയാണ്. എന്തൊക്കെയോ ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പണ്ടത്തെ ആൾക്കാർ മറ്റോ ഇവിടെ ആഭിചാര ക്രിയകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തൂണും പിന്നെ വെള്ളം ഒഴിച്ചു വെക്കുന്ന ടാങ്കൊക്കെ ഉണ്ട്. അപ്പൊ അതിനർത്ഥം ആരൊക്കെ ഇവിടെ ആഭിചാര ക്രിയകൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ വന്ന ഗ്രൂപ്പുകാരും ഇവിടെ ആഭിചാര ക്രിയകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഒറിജിനലായിട്ട് നടന്നതാണോ എന്ന് അറിയാൻ പാടില്ല. അതിനകത്ത് പ്രേതം വരുന്നത് പോലെയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാരും കൂടെ അകത്തോട്ട് കയറും. കൂട്ടുകാരനാണെങ്കിൽ പ്രേതകഥകൾ പറഞ്ഞ് ആ ഒരു മൂഡ് വരുത്താനായിട്ട് നോക്കുകയാണ്. അവിടെ തന്നെ ഒരു ടാങ്കിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. ആ ടാങ്കിന്റെ അടുത്ത് പോയിരുന്നിട്ട് അതിനെപ്പറ്റി കഥ പറയും. ചുമ്മാ അവന് മനസ്സിൽ തോന്നുന്ന കാര്യം, ഈ ടാങ്കിൽ മൊത്തം പ്രേതങ്ങളുടെ ആത്മാവാണ്, അത് പതിയെ പതിയെ പുറത്തോട്ട് വരും, മനുഷ്യരെ എല്ലാരെയും കൊല്ലും. ഇങ്ങനെ ഓരോ കഥകൾ പറയുമ്പോൾ അതിനകത്തുള്ള കൂട്ടുകാരിയില്ലേ, കണ്ണാടി വെച്ച കൂട്ടുകാരി, ഇപ്പൊ കണ്ണാടി വെച്ചിട്ടില്ല, ആ കൂട്ടുകാരി പറയും പ്രേതമൊന്നുമില്ല, അതൊക്കെ ചുമ്മാതാണെന്ന്. ഇത് കേൾക്കുന്ന അവന് ദേഷ്യം വരും. നമ്മൾ ഇവിടെ എന്തിനാ വന്നത്, പ്രേതത്തിനെ പറ്റി വീഡിയോ എടുക്കാനില്ലേ, ആ ഒരു മൂഡ് കളയാതെ എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെടും. ബാക്കിയുള്ള ആൾക്കാർ അവനെ സമാധാനപ്പെടുത്തും. നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാൽ പോരെ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, എല്ലാം നമുക്ക് റെഡിയാക്കാന്ന് പറയുമ്പോൾ അവന് സമാധാനപ്പെടുന്നുണ്ട്. കൂട്ടുകാരി സോറി പറയും, കാരണം ഒരു മൂഡ് കളഞ്ഞല്ലോ. അതായത് പ്രേതത്തിനെ പറ്റി പറഞ്ഞ് പേടിക്കുന്നൊരു അവസ്ഥ വന്നപ്പോൾ അവൾ പ്രേതമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൂഡ് കളഞ്ഞില്ലേ, അതുകൊണ്ടാണ്. ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ ക്യാമറ സെറ്റ് ചെയ്യും, ലൈറ്റ് സെറ്റ് ചെയ്യും. ഇത് ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്യാണ്. അതുമല്ല കൂട്ടുകാരനാണെങ്കിൽ 2 കന്നാസ് നിറച്ച് പശുവിന്റെ ബ്ലഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആഭിചാര ക്രിയയ്ക്ക് ബ്ലഡ് ആവശ്യമുണ്ട്, മനുഷ്യന്റെ ബ്ലഡ് അല്ല, പശുവിന്റെ ബ്ലഡ് ആണ്. അതുമല്ല ക്യാമറ വഴി ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് പശുവിന്റെ ബ്ലഡ് ആണ്. അതുമല്ല ഈ പശുവിന്റെ ബ്ലഡിൽ മനുഷ്യന്റെ ബ്ലഡ് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ മുറിച്ച് ആ കന്നാസിലോട്ട് ബ്ലഡ് ആക്കി കൊടുക്കുകയാണ്. ഇത് കാണുന്ന ബാക്കിയുള്ള എല്ലാവരും അവനെ ചീത്ത പറയും, കൈയൊക്കെ മുറിച്ചിട്ടാണോടാ ഇത് ചെയ്യുന്നതെന്ന്. അവൻ ക്യാമറ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കും. അവൻ ഒറിജിനലായിട്ട് കൈയൊന്നും മുറിച്ചില്ല, പകരം കയ്യിൽ ഒരു സ്പോഞ്ച് വെച്ചിട്ട് അതിനകത്ത് രക്തമാക്കിയിട്ട് പിഴിഞ്ഞതാണ്, കൈ മുറിച്ചതുപോലെ. അല്ലാതെ അവൻ കൈയൊന്നും മുറിച്ചിട്ടില്ല, വീഡിയോ കാണുന്ന ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാർ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഹീറോയിൻ ബാക്കിയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ചോദിക്കും, എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, നമുക്കൊന്ന് ഒറിജിനലായിട്ട് കളിച്ചു നോക്കിയാലോ, ഇത് നടക്കുമെന്ന്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ആൾക്കാരൊന്ന് സ്റ്റക്കായിട്ട് നിൽക്കുമെങ്കിലും പിന്നീട് സമ്മതിക്കും. അവർക്കും അറിയാം പ്രയോജനമൊന്നുമില്ല, എന്നാൽ പിന്നെ നമുക്ക് ഒറിജിനലായിട്ട് ട്രൈ ചെയ്യാന്ന്. അതൊക്കെ ഒരു രസമല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ സമ്മതിക്കും. അതിനു മുമ്പ് ഹീറോയിൻ ആണെങ്കിൽ ഒറിജിനലായിട്ട് അവളുടെ കൈ മുറിച്ച് താഴോട്ട് രക്തം ഊറ്റുന്നുണ്ട് ആ പശുവിന്റെ ബ്ലഡിന്റെ കൂടെ. അതുമല്ല മറ്റേ പയ്യനില്ലേ, അവനാണെങ്കിൽ അതിന്റെ ചുറ്റും നക്ഷത്രം വരച്ചു വെക്കുന്നുണ്ട്. പശുവിന്റെ ബ്ലഡില് ഒരു സിമ്പല് നേരത്തെ നമ്മൾ പുറത്ത് കണ്ടില്ലേ, അതേപോലെ ഒരു സിമ്പല് വരച്ചു വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ആഭിചാര ക്രിയകൾ ചെയ്യാനായിട്ട് ഒരാള് തലയിൽ കവർ ഇട്ട് വെയിറ്റ് ചെയ്ത് ആ വെള്ളത്തിൽ ഇറങ്ങണം. അത് ആര് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആർക്കും താല്പര്യമില്ല. എന്നാൽ ഹീറോയിന്റെ ഒരു സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് സ്റ്റെപ്പ് സിസ്റ്റർ പറയും,
ഞാൻ ചെയ്യാന്ന്. സ്റ്റെപ്പ് സിസ്റ്ററിന് ഹീറോയിനെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ഹീറോയിൻ അത് തിരിച്ചു കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഹീറോയിൻ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ചെയ്യാന്ന് പറഞ്ഞു. ഇതിനുശേഷം എല്ലാരും കൂടെ ആ ഒരു കുളത്തിൽ നിന്ന് വെള്ളം കോരിയിട്ട് അവരവരുടെ സീറ്റിൽ പോയിരിക്കും. 6 പേർക്കുള്ള സ്ഥലമുണ്ട്. ഇവർ ഓരോ കാര്യങ്ങൾ എഴുതി അതിനകത്ത് ചോദിക്കണം. അപ്പൊ പ്രേതം വന്ന് അതിന് മറുപടി പറയും. അതാണ് ഈ ഒരു കളി. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് നാളത്തെ എക്സാമിന് നിങ്ങൾ തോറ്റുപോകുന്നു, അങ്ങനെയാണെങ്കിൽ എഴുതി ചോദിച്ചാൽ മതി, അത് പറഞ്ഞു തരും തോറ്റുപോ ഇല്ലേ എന്ന്. സിസ്റ്റർ ഹീറോയിന്റെ അടുത്ത് വന്നിരിക്കും. ഹീറോയിൻ സിസ്റ്ററിനോട് പറയും നിനക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ചെയ്യണ്ടെന്ന്. എന്നാൽ സിസ്റ്ററിന് ഹീറോയിന്റെ സ്നേഹം വേണമല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറയും. ഹീറോയിന് സന്തോഷമായിട്ട് അവളുടെ പഴയ, അതായത് അവളുടെ സ്വന്തം സിസ്റ്റർ ഇല്ലേ, ആ സിസ്റ്ററിന്റെ ഒരു മാലയോ ചെയിനോ മറ്റോ ഉണ്ട്, അതെടുത്ത് ആ പെൺകുട്ടിയുടെ കാലി കെട്ടിക്കൊടുക്കും. സ്റ്റെപ്പ് സിസ്റ്ററിന്റെ കാലി കെട്ടിക്കൊടുക്കും. ഇനിയിപ്പോൾ അത് ഹീറോയിൻ സ്നേഹത്തോടെ കൊടുത്തയാണോ അല്ലെങ്കിൽ ഇത് ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പാവം തോന്നിയിട്ട് കൊടുത്തയാണോ എന്ന് അറിയാൻ പാടില്ല. പിന്നീട് കൂട്ടുകാരൻ ആ പെൺകുട്ടിന്റെ തലയിൽ കവർ ഇട്ടിട്ട് അവൾ ആ കുളത്തിന്റെ നടുക്ക് ഇറക്കി നിർത്തും. ഇതിനുശേഷം ബാക്കിയുള്ള ആൾക്കാർ ചുറ്റും കൂടിയിരിക്കും. എന്നിട്ട് ചൊല്ലുകയാണ് വാതിൽ തുറക്കപ്പെട്ടു, ദയവായി ഇങ്ങോട്ട് വരൂന്ന്. പ്രേതത്തിനോടാണ് ഇങ്ങനെ പറയുന്നത്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറെ തവണ പറയുന്നുണ്ട്. ആ സമയം ഹീറോയിൻ അനിയത്തിയുടെ തലയിൽ ഒരു ബബിള് കാണുന്നുണ്ട്. നിങ്ങളത് കണ്ടോ എന്ന് ബാക്കിയുള്ള ആൾക്കാരോട് വിളിച്ചു ചോദിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ നോക്കുമ്പോൾ അത് കാണാനില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ അനിയത്തിയുടെ സ്വഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസം വന്നതുപോലെ അവളുടെ ദേഹമൊക്കെ ഉടയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മൾ ഈ ഞൊട്ടയിടുമ്പോൾ ശബ്ദം കേൾക്കില്ലേ, അതുപോലെ അവളുടെ തലയൊക്കെ തിരിയുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒറ്റ ഇരിക്കലാണ് താഴെ, നമസ്കരിക്കുന്നത് പോലെ താഴെ അങ്ങ് ഇരിക്കുകയാണ് വെള്ളത്തിനകത്ത്. എന്നിട്ട് അവളുടെ തല ആ വെള്ളത്തിൽ മുക്കുന്നുണ്ട്. കണ്ണിന്റെ ഭാഗത്തുള്ള പേപ്പർ മാത്രം വലിച്ചു കീറിക്കളയും, എന്തോ ഒരു അദൃശ്യ ശക്തി ചെയ്യിപ്പിക്കുന്നത് പോലെ. പിന്നീട് വീണ്ടും എണീറ്റിട്ട് കൈ ആകാശത്തോട്ട് പൊക്കിയിട്ട് ഇങ്ങനെ കറക്കുകയാണ്. ഈ കറക്കുന്ന സമയത്തെല്ലാം കയ്യിൽ ഞൊട്ട വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. സാധാരണ മനുഷ്യന്റെ ശരീരമൊന്നും ഇങ്ങനെ ശബ്ദം കേൾക്കാറില്ല. അപ്പൊ ഇത് പ്രേതം തന്നെയാണ്. ഈ സമയമൊന്നും കൂട്ടുകാരൻ വെറുതെ ഇരിക്കുന്നില്ല. ഇവൻ ഇത് അനിയത്തി അഭിനയിക്കുന്നതാന്ന് വിചാരിച്ചിട്ട് ക്യാമറയിലെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോ അഭിനയം അല്ലെങ്കിലോ ഒറിജിനൽ പ്രേതമാണെങ്കിലോ എന്താ ചെയ്യുക? ആദ്യം തന്നെ അനിയത്തി കൂട്ടുകാരിയുടെ നേരെ കൈ കാണിക്കും, കറക്കി കറക്കി കൈ കാണിക്കും. അപ്പൊ തന്നെ അവരൊരു വെള്ളം എടുത്തു വെച്ചില്ലായിരുന്നോ, അതിനകത്തായിരുന്നു ഈ പേപ്പർ എഴുതി വെച്ചിരുന്നത്. സംശയം ചോദിച്ചിട്ട് അതിനകത്ത് ഓരോ അക്ഷരങ്ങളായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇത് പ്രേതം തന്നെയാണ്. അതിനുശേഷം കൂട്ടുകാരന്റെ നേർക്ക് തിരിയും. കൂട്ടുകാരന്റെ ആ ബൗളിലുള്ള പേപ്പറിനകത്ത് എന്തൊക്കെയോ തെളിഞ്ഞു വരുന്നുണ്ട്, എന്തൊക്കെയോ അക്ഷരങ്ങൾ. അതുപോലെ ഹീറോന്റെ പിന്നെ ബഡ്ഡി കൂട്ടുകാരിയുടെ അവസാനമായിട്ട് ഹീറോയിന്റെ നേർക്കും കൈ ചൂണ്ടിയിട്ട് അതിനകത്തെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. ഇവരുടെ മുമ്പിൽ വെള്ളമുണ്ട്, ബൗളും ഉണ്ട്, അതുപോലെ തന്നെ ആ എഴുതി വെച്ച പേപ്പറും ഉണ്ട്. എല്ലാം തെളിഞ്ഞു വന്നതിന് ശേഷം അവസാനമായിട്ട് ഹീറോയിനല്ലേ നോക്കുന്നത്. ഹീറോയിന് മുമ്പിൽ പട്ടി കുരയ്ക്കുന്നത് പോലെ ഇങ്ങനെ കുറച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹീറോയിന് പേടിയാവുന്നുണ്ട്. അത് ഹീറോയിനെ ഉപദ്രവിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് ആ ഒരു പ്രേതം. എന്നാൽ ഹീറോയിന്റെ അടുത്തോട്ട് വരാൻ പറ്റുന്നില്ല, കാരണം വെള്ളം വിട്ടിട്ട് അതിന് പുറത്ത് വരാൻ പറ്റില്ല. ഈ സമയം എല്ലാം കൂട്ടുകാരൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഹീറോയിനെ നോക്കി കുറയ്ക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ വായിന്ന് ചോര വരാൻ തുടങ്ങും, അനിയത്തിയുടെ വായിന്ന് ചോര വരാൻ തുടങ്ങും. അതുമല്ല പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓഫായി പോവാണ്. എല്ലാ ലൈറ്റും, മെഴുകുതിരിയും ലൈറ്റും എല്ലാം ഓഫായി പോവാണ്. കൂട്ടുകാരൻ ക്യാമറ വഴി നോക്കുന്ന സമയത്ത് അവൻ എന്തൊക്കെയോ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അനിയത്തി അതിനകത്ത് കുറച്ചുകൊണ്ട് നിന്നയല്ലേ. എന്നാൽ അവള് പതിയെ എണീറ്റിട്ട് ഹീറോയിൻ സ്വപ്നത്തിൽ ഒരു പെൺകുട്ടീനെ കാണുമല്ലോ, ആ പെൺകുട്ടീനെ പോലെ കാലഴച്ചഴിച്ച് നടക്കാൻ തുടങ്ങും. അതെന്താ സംഭവം എന്ന് അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് വരുമ്പോൾ ഇവർ അതാണ് കാണുന്നത്. അനിയത്തിക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ലാതെ എല്ലാരും കൂടെ അനിയത്തിനെ ചെന്ന് പിടിക്കും. ഇങ്ങനെ വിടുവാണെങ്കിൽ അനിയത്തിക്ക് എന്തെങ്കിലും പറ്റിയാലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ലാതെ ചെന്ന് പിടിക്കുകയാണ്, അവളെ നിർത്തുകയാണ്. ഈ പെൺകുട്ടി അപസ്മാരം വന്നതുപോലെ ഇങ്ങനെ കിടന്ന് പിടയുമ്പോൾ കൂട്ടുകാരനാണെങ്കിൽ വീഡിയോ എടുക്കുകയാണ്. ഇത് കാണുന്ന ബാക്കിയുള്ള ആൾക്കാർ വഴക്ക് പറയും, എന്തുവാണ് നീ കാണിക്കുന്നത്, ഒരു മനുഷ്യൻ ഇങ്ങനെ കിടന്ന് പിടയുമ്പോഴാണോ നീ വീഡിയോ എടുക്കുന്നതെന്ന്. എന്നാൽ അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ റേഞ്ച് ഇല്ല. നേരത്തെ ഇവർ വന്നപ്പോൾ റേഞ്ച് ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ റേഞ്ച് ഇല്ല. അതുമല്ല അനിയത്തിക്ക് സുഖമില്ലല്ലോ, അവൾക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതുകൊണ്ട് തന്നെ വന്ന് ഡോറ് തുറക്കും ഇവരെല്ലാരും കൂടെ. അപ്പോഴാണ് ഇവർക്ക് കളി മനസ്സിലാവുന്നത്. കളി കാര്യമായി, ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. എല്ലാരും കൂടെ അത് വലിച്ചു പറിക്കാനായിട്ട് നടക്കുന്നില്ല. ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ ബേസ്ബാൾ കളിക്കുന്ന ഒരു പയ്യനാണ്, അതുകൊണ്ട് തന്നെ ബേസ്ബാളിന്റെ യൂണിഫോമാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ അവന്റെ ഒരു ബാറ്റും ഉണ്ട് ബേസ്ബാളിന്റെ. അത് എടുത്തോണ്ട് വന്നിട്ട് ആ വാതിലിന്റെ പൂട്ടടിച്ച് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ആ പൂട്ട് പൊട്ടി പോകുന്നതേ ഉള്ളൂ, അല്ലാതെ വാതിൽ തുറക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ആ പൂട്ട് വെച്ചല്ല വാതിൽ ലോക്ക് ചെയ്തേക്കുന്നത്, വേറെ എന്തൊരു മെക്കാനിസം ആണ്. അത് അവർക്ക് മനസ്സിലായി. ഇവരിങ്ങനെ ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കൂട്ടുകാരി ഉണ്ടല്ലോ, അവള് മാത്രം മാറി നിൽപ്പുണ്ട്. അവള് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അത് കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അവൾ അങ്ങനെ നിൽക്കുമ്പോൾ മണ്ടയിന്ന് മുറുമുറുന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾക്ക് എന്താണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് മണ്ടയിലോട്ട് നോക്കുമ്പോൾ എന്തോ ഒരു രൂപം. അത് എവളെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവൾക്ക് നിലവിളിക്കാനൊന്നും പറ്റുന്നില്ല. പതിയെ പതിയെ ആ രൂപത്തിന്റെ മുടി ഇവളുടെ വായിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അവൾ അവിടെ നിന്ന് അങ്ങനെ വിറയ്ക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ആ പ്രേതത്തിനെയൊന്നും കാണാനില്ല. പകരം ആ പെൺകുട്ടി അവിടെ നിന്ന് വിറയ്ക്കുന്നത് പോലെ. ഇവരെല്ലാരും കൂടെ ആ പെൺകുട്ടിയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലും. നീ എന്തിനെങ്ങനെ അഭിനയിക്കുന്നത്, ഒന്നാമത് നമ്മൾ പേടിച്ച് നിൽക്കുക, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവളുടെ സ്വഭാവത്തിൽ ഭയങ്കര വ്യത്യാസം. നേരത്തെ അവൾ ആകാശത്ത് നോക്കി നിന്നതല്ലേ, പെട്ടെന്ന് തന്നെ താഴോട്ട് നോക്കിയിട്ട്
പറഞ്ഞിട്ട് എനിക്ക് കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവൾ എന്താണ് ഈ പറയുന്നതെന്ന്. ആ സമയം കൂട്ടുകാരന്റെ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. അതായത് അവൻ ഇട്ട വീഡിയോ പെട്ടെന്ന് തന്നെ 10,000 അടിച്ചു, മിനിറ്റുകൾക്കുള്ളിൽ 10,000 അടിച്ചു. അവൻ അത് കണ്ടിട്ട് സന്തോഷമാവുന്നുണ്ട്. അതായത് പെട്ടെന്ന് സിഗ്നൽ വന്ന് അത് അപ്ലോഡ് ആയിട്ട് അതങ്ങ് കട്ടായി പോയി. അതെങ്ങനെ സിഗ്നൽ വന്നു? വീണ്ടും സിഗ്നൽ നോക്കുന്ന സമയത്ത് സിഗ്നൽ കിട്ടുന്നില്ല. ഇവരിത് ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും കൂട്ടുകാരിക്ക് പ്രാന്തളകിയതുപോലെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് തല താത്ത് ഒറ്റ നിർത്തമാണ് താഴോട്ട്. ഇത് കാണുന്ന ബാക്കിയുള്ള ആൾക്കാരൊക്കെ പേടിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഹീറോ കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് അവളുടെ അടുത്തോട്ട് ചെല്ലാം. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ അവൾ ഒന്നും മിണ്ടുന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ അവളെ നോടി നേരെ വാതിലിന്റെ അവിടെ ചെല്ലും. ആ വാതിലിട്ട് ടപ്പട്ടപ്പട്ടപ്പട്ടപ്പാന്ന് പറഞ്ഞിട്ട് തല ഇടിക്കുകയാണ്. അതായത് നിർത്താതെ വീണ്ടും ഇടിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇടിക്കുകയാണെങ്കിൽ അവള് തല പൊട്ടി മരിച്ചു പോകും. അതുപോലെ തന്നെ അവളുടെ തല പൊട്ടി ചോര കുടുകുടാന്ന് താഴോട്ട് പോകുന്നുണ്ട്. ഇത് കണ്ടു നിൽക്കുന്ന ഹീറോയ്ക്കും ഹീറോയിനും അടങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹീറോയിനും അവളെ ചെന്ന് പിടിക്കാൻ നോക്കും. എന്നാലും അവൾ കുറെ നേരം കൂടി ഇടിച്ചു കഴിഞ്ഞിട്ട് ഇവൾക്ക് എന്തോ ഒരു ബോധോദയം വന്നതുപോലെ നേരെ നടന്ന് ഇവര് നേരത്തെ അടിച്ചു പൊടിച്ചിട്ട് ആ ബാറ്റില് അത് മുറിഞ്ഞിട്ട് മൂർച്ചയുള്ള ഒരു ആയുധം പോലെ ആയിട്ടുണ്ടായിരുന്നു. അത് കയ്യിലെടുക്കും. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ കൂട്ടുകാരി പറയും അവള് മരിച്ചാലേ എല്ലാം തീരത്തുള്ളൂ, ഞാൻ ഇപ്പൊ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് അവള് നേരെ മയങ്ങി കിടക്കുന്ന സ്റ്റെപ്പ് സിസ്റ്ററിന്റെ അടുത്തോട്ട് ചെല്ലും. അവള് നേരത്തെ മന്ത്രവാദമൊക്കെ ചെയ്ത് മയങ്ങി അവിടെ കിടക്കുകയാണ് ബോധമില്ലാതെ. അവളെ കൊല്ലാനായിട്ട് അടുത്തോട്ട് ചെല്ലും. പെട്ടെന്ന് തന്നെ ഹീറോയും കൂട്ടരും അവളെ പിടിയും. അവളുടെ കയ്യിലിരിക്കുന്ന ആ വടിയും തട്ടി ദൂരോട്ട് തെറിപ്പിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് സിസ്റ്ററിനെ കൊല്ലാനായിട്ട് ഇവളെ കൊണ്ട് കഴിയുന്നില്ല. ഇവളെ പിടിച്ചു വെക്കുന്ന നേരത്ത് പെട്ടെന്ന് നേരത്തെ തട്ടിക്കളഞ്ഞ കമ്പ് ഇവളുടെ നെഞ്ചും തുളച്ച് അപ്പുറത്ത് ചെല്ലും. അത് മറ്റാരുമല്ല കൂട്ടുകാരനാണ്. കൂട്ടുകാരന്റെ ദേഹത്ത് ഏതോ ഒരു പ്രേതം കയറിയത് പോലാണ് അങ്ങനെ ചെയ്തത്. കൊന്നു കഴിഞ്ഞതിന് ശേഷമാണ് അവന് ബോധം വന്നത്. ഇവൾക്ക് എന്താ പറ്റിയത്, ഇവളെങ്ങനെ മരിച്ചെന്ന് പറഞ്ഞ് അവളുടെ അടുത്തോട്ട് ചെന്നിട്ട് അവൻ മാറി പേടിച്ചിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കും, എന്താണ് ഈ ചെയ്തതെന്ന്. എന്നാൽ അവനൊന്നും മനസ്സിലാവുന്നില്ല. അവന് ഓർമ്മയില്ല കൂട്ടുകാരന് അവനാണിത് ചെയ്തതെന്ന് അവന് ഓർമ്മയില്ല. മറ്റേ പെൺകുട്ടി മരിച്ചുപോയി, കുത്തുകൊണ്ട പെൺകുട്ടി. എല്ലാരും പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഹീറോയിൻ ഒരു ശബ്ദം കേട്ട് പിറകിലോട്ട് തിരിഞ്ഞു നോക്കും. ഒരു കൊച്ചു പെൺകുട്ടി അവിടെ ഇരിക്കുന്നതായിട്ട് അവളെ സ്വപ്നത്തിൽ കാണുന്ന ആ ഒരു കൊച്ചു പെൺകുട്ടി. എന്നാൽ ഹീറോ അതുവഴി പാസ് ചെയ്തു പോകും കുത്തേറ്റ് കിടക്കുന്ന പെൺകുട്ടീനെ നോക്കാനായിട്ട്. ആ സമയം ആ പെൺകുട്ടി അങ്ങ് മാഞ്ഞു പോകും. അതായത് അവിടെ ഇരുന്ന ആ കൊച്ചു പെൺകുട്ടി മാഞ്ഞു പോകും. ഹീറോയിൻ ഇത് കണ്ട് പേടിച്ച് അരണ്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കൂട്ടുകാരൻ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അവൻ പേടിച്ച് ഒരു സൈഡിൽ ഇരുന്ന് കരയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല എന്ന്. അതുമല്ല ബഡ്ഡി കൂട്ടുകാരി അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അവള് സമാധാനപ്പെടുത്തും, ഒന്നുമില്ല, നീ അറിയാതെ ചെയ്തതല്ലേ എന്ന്. ഈ സമയം ഹീറോ കൂട്ടുകാരിയുടെ ബോഡി വന്ന് പരിശോധിക്കും. അതിനകത്ത് നോക്കുമ്പോൾ അവൾ എഴുതി വെച്ചിരിക്കുന്ന ചോദ്യം കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ഹീറോ ഞെട്ടിപ്പോകുന്നുണ്ട്. അത് എടുത്ത് നേരെ എവന്റെ അടുത്തോട്ട് വരും. ഇവന് ഫോണിൽ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കും. ഇവൻ ആ പെൺകുട്ടീനെ കൊല്ലുന്ന വീഡിയോ. അത് കണ്ടിട്ട് എവന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവന് ഓർമ്മയില്ല. എവന്റെ ഓർമ്മയെന്ന് വെച്ചാൽ ആ പെൺകുട്ടി അവളെ കൊല്ലാനായിട്ട് പോകുന്നത്, അതായത് സ്റ്റെപ്പ് സിസ്റ്ററിനെ കൊല്ലാനായിട്ട് പോകുന്നത് വരെയുള്ളൂ. അതിനുശേഷം എന്താ നടന്നതെന്ന് അവന് അറിയാൻ പാടില്ല. ഇപ്പൊ ഹീറോ നേരെ അവനെ വന്ന് കാണും. അവനോട് പറയും, നീ മനഃപൂർവ്വം അല്ലടാ അവളെ കൊന്നത്, നിനക്ക് അവളെ കൊല്ലാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് നിന്റെ അഭിനയല്ലേ, ഇത് നിറത്തിക്കുമെന്ന് പറയുമ്പോൾ അവനൊന്നും അറിയത്തില്ല. എടാ ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ആ സമയം നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. പണ്ട് ഹീറോ ഗ്രൗണ്ടിൽ വോളിബോളോ ഫുട്ബോളോ മറ്റോ കളിച്ചോണ്ടിരുന്നപ്പോൾ ഈ ബോൾ ദൂരോട്ട് തെറിച്ചു വീഴും. അതുകൊണ്ട് തന്നെ ആ ബോൾ എടുക്കാനായിട്ട് ആ ബോളിന്റെ പിന്നാലെ പോകുമ്പോൾ അവൻ ക്ലാസ് റൂമിന്റെ അവിടെ എത്തിപ്പെടും. ആ ബോൾ ക്ലാസ് റൂമിന്റെ അങ്ങോട്ടാണ് പോയത്. ആ സമയം ക്ലാസ് റൂമിൽ കൂട്ടുകാരനും അതുപോലെ തന്നെ കൂട്ടുകാരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കൂട്ടുകാരിനെ കൂട്ടുകാരൻ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതായത് എക്സാമിന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവളുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അവളുടെ കള്ളത്തരം വേറൊന്നുമല്ല, ഇവിടുത്തെ ടീച്ചറുമായിട്ട് അവൾക്ക് റിലേഷൻ ഉണ്ട്. അങ്ങനെ ടീച്ചറുമായിട്ട് റിലേഷനിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അവൾക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരനും എക്സാമിന് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ അവൾ കേൾക്കുന്നില്ല. നിനക്ക് ഞാൻ പറഞ്ഞു തരത്തില്ല, പകരം എൻ്റെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ ഒരു സൈറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കും. അവൻ ക്രിയേറ്റ് ചെയ്ത ഒരു സൈറ്റ്, അതിനകത്താണെങ്കിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ന്യൂഡ് വീഡിയോ ഇടും. അവൻ അത് പുറത്തു വിടുവാണെങ്കിൽ അവൻ അകത്താവും. അത് പുറത്തു വിടുമെന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി. അവളും തിരിച്ച് ഭീഷണിപ്പെടുത്തി. അപ്പൊ ഇവളെ കൊല്ലുവാണെങ്കിൽ ആ സൈറ്റിന്റെ കാര്യം ആരും കണ്ടുപിടിക്കില്ലല്ലോ, അതുകൊണ്ടാണ് കൊന്നതെന്ന് ഇപ്പൊ ഹീറോ അവനോട് പറയാണ്. എന്നാൽ അവൻ പറയും, ഞാൻ അവളെ കൊന്നിട്ടില്ല, ഒരു സൈറ്റിന്റെ കാര്യം പറഞ്ഞു, ഒരു മനുഷ്യജീവൻ എടുക്കാനായിട്ട് എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല എന്ന് പറയും. പക്ഷെ ഹീറോ ഇത് വിശ്വസിക്കുന്നില്ല. ഹീറോ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവൻ മനഃപൂർവ്വം കൂട്ടുകാരിനെ കൊന്നെന്നാണ്. എന്നാൽ അവൻ ഇത് ഇവരുടെ മുമ്പിൽ തെളിയിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അവൻ ആ ഫോൺ എടുത്ത് ആ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കും. ഇവർ റെക്കോർഡ് ചെയ്ത വീഡിയോ. കൂട്ടുകാരൻ മറ്റവളെ കൊല്ലാനായിട്ട് പോയില്ലേ, ആ സമയം അവന്റെ കാലൊരു പ്രത്യേക രീതിയിലാണ് ഇവൻ വലിച്ചയച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവന് മുടന്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് മുടന്തില്ല, ഇത് പ്രേതമാണ്, ഏതോ മുടന്തുള്ള പ്രേതമാണെന്ന് പറയുമ്പോൾ ഹീറോ വിശ്വസിക്കുന്നില്ല. ഇവൻ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ, ഇവരൊന്നും വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ കൂട്ടുകാരൻ വീണ്ടും കാണിക്കാനായിട്ട് അവിടെ എല്ലാം പരതി നടക്കും. ആ സമയം ഇവന്റെ കാലിൽ ആരോ കയറി പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. ഇവൻ തറയിലോട്ട് വീഴും. അത് പിടിച്ചത് മറ്റാരുമല്ല, ബോധം കെട്ട് കിടക്കുന്ന സ്റ്റെപ്പ് സിസ്റ്റർ ആണ്. അവൾക്ക് ബോധം വന്നിട്ടുണ്ട്. എടാ എന്റെ കാലിൽ അവള് പിടിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അവനെ പിടിച്ച ഒറ്റ വലിയാണ്, പിറകിലോട്ട് ഒറ്റ വലിയാണ്. ആ പെൺകുട്ടിയിലെ സ്റ്റെപ്പ് സിസ്റ്റർ വല്ലാത്ത രീതിയിൽ വളഞ്ഞു കിടക്കാണ്. അതെന്താണെന്ന് അറിയാൻ പാടില്ല. ബാക്കിയുള്ള ആൾക്കാർ സ്റ്റെപ്പ് സിസ്റ്റർ
സിസ്റ്ററിനെ കാണുന്നില്ല, കാരണം അവിടെ തൂണുണ്ട്, ഇവനെ മാത്രമേ കാണുന്നുള്ളൂ. ഇവനെന്തോ പിറകിലോട്ട് പോയതുപോലെ. ആ സമയം അവിടത്തെ ചങ്ങലയെല്ലാം കടകടാന്ന് പറഞ്ഞ് അടിയുന്നുണ്ട്, ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ. പക്ഷെ ആരും പിടിച്ചു വലിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ട്യൂബ് ഉണ്ടായിരുന്നു, അത് പൊട്ടിയിട്ട് അതിന്റെ ചില്ല് ഈ കൂട്ടുകാരന്റെ മണ്ടയിൽ വന്ന് വീഴാണ്. അവന്റെ മുഖത്ത് തന്നെ വന്ന് വീഴുന്നുണ്ട്. കറണ്ട് എല്ലാം പോയി. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ട് പേടിച്ച് അരണ്ട് അവിടെ നിന്ന് പോവാണ്. കറണ്ട് പോയത് കൊണ്ട് തന്നെ ഇവർക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാരും കൂടെ ടോർച്ച് എടുക്കും. ഇപ്പം ബാക്കിയുള്ളത് 3 പേരാണ്, ഹീറോ, ഹീറോയിൻ, അതുപോലെ തന്നെ ബഡ്ഡി കൂട്ടുകാരി. ഇവര് 3 പേരും കൂടെ ടോർച്ച് എടുത്ത് അവൻ കിടന്ന സ്ഥലത്ത് നിന്ന് നോക്കും. എന്നാൽ അവനെ കാണാനില്ല. അവിടെ രക്തം മാത്രമേ കിടപ്പുള്ളൂ, അവന്റെ മുഖം മുറിഞ്ഞ രക്തം മാത്രം. ആ രക്തത്തിനെ ഫോളോ ചെയ്ത് പോവാണ്. കൂട്ടുകാരനെ കാണാനില്ലാത്തതുകൊണ്ട് ആ രക്തത്തിനെ ഫോളോ ചെയ്ത് പോകും. എന്നാലും അവനെ കാണാൻ പറ്റുന്നില്ല. ഇവര് നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വെള്ളത്തുള്ളി വീഴുന്ന ശബ്ദം കേൾക്കും. ഹീറോയിൻ പതിയെ മണ്ടയിലോട്ട് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ബ്ലഡാണ് ഈ മുഖത്ത് വന്ന് വീഴുന്നത്. മറ്റൊന്നുമല്ല, ഫിറ്റിയുടെ മണ്ടയിൽ കൂട്ടുകാരൻ തൂങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ കൂട്ടുകാരൻ താഴോട്ടെടുത്ത് അങ്ങ് ചാടും. ഇവരെ ഉപദ്രവിക്കാൻ നോക്കുമെങ്കിലും നടക്കോ ഇല്ലയോ അറിയാൻ പാടില്ല. കട്ട് ചെയ്താൽ ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഉപദ്രവിക്കാൻ നോക്കിയ ആ പയ്യനില്ലേ കൂട്ടുകാരൻ എല്ലാരും കൂടെ അവിടെ ചങ്ങലയ്ക്ക് പിടിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. ഇവൻ എന്താ പറ്റിയെന്ന് ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഹീറോയിൻ ഒന്നും വിശ്വസിക്കുന്നില്ല പ്രേതം ഉണ്ടെന്ന്. ഇവരിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എന്ന് നിൽക്കുമ്പോൾ നേരത്തെ ബോധം കെട്ട സ്റ്റെപ്പ് സിസ്റ്റർ ചമയ്ക്കാൻ തുടങ്ങും. അവളുടെ വായിന്ന് ഒരു കറുത്ത ദ്രാവകം പുറത്തോട്ട് വരും. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ സിസ്റ്ററിന്റെ അടുത്തോട്ട് ചെല്ലും ഇവര് 3 പേരും കൂടെ. എന്നാൽ സിസ്റ്ററിന് ബോധമില്ല. അവളുടെ കാലിൽ പ്രത്യേക തരം ഒരു സിമ്പലും ഉണ്ട്. അതായത് ഈ ആഭിചാര ക്രിയ ചെയ്തതുകൊണ്ട് തന്നെ അവളുടെ കാലിൽ വന്ന സിമ്പലാണ്. ഈ ആഭിചാര ക്രിയ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പ്രേതം ഇവരെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ചെയ്തതിൽ എന്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ ആ വീഡിയോ എടുത്ത് കാണും. നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ എടുത്ത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ആഭിചാര ക്രിയ തീരണേന് മുമ്പ് സിസ്റ്ററിനെ അവരാ കുളത്തിൽ നിന്ന് പിടിച്ച് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തിടാൻ പാടില്ല. അതിനർത്ഥം വീണ്ടും ആഭിചാര ക്രിയകൾ ചെയ്യണമെന്നാണ്. എന്നാൽ അത് ചെയ്യാൻ കഴിയുമെന്ന് കൂട്ടുകാരി ചോദിക്കും, ബഡ്ഡി കൂട്ടുകാരി. കാരണം കൂട്ടുകാരി മരിച്ചു പോയില്ലേ, അവളെ ബാറ്റിന് കുത്തിക്കൊന്നില്ലേ. എന്നാൽ ഹീറോയിൻ പറയും അവളുടെ ബോഡി ഇവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ എല്ലാവരും കൂടെ ഓരോരുത്തരുടെ സീറ്റിൽ പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ കൂട്ടുകാരനെ ചങ്ങലയ്ക്ക് പിടിച്ച് കെട്ടി അവന്റെ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരി മരിച്ചല്ലോ, അവളുടെ ശരീരത്തിന് അവളുടെ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഈ കൂട്ടുകാരൻ വിളിച്ചു പറയുന്നുണ്ട് നിന്നെയൊക്കെ ഞാൻ കൊല്ലുമെന്ന്. എന്നാൽ അവന്റെ ശബ്ദത്തിലല്ല, ഏതോ ഒരു പ്രേതത്തിന്റെ ശബ്ദത്തിലാണ്. ഇത് സഹിക്കാൻ വയ്യാതെ ഹീറോ അവന്റെ വാ കെട്ടി വെക്കുന്നുണ്ട്. പിന്നീട് അവരെ വന്ന് അവിടെ ഇരുന്നിട്ട് പ്രേതമേ വാ എന്ന് വിളിച്ചു പറയും. കഴിഞ്ഞ പ്രാവശ്യം ഇവര് പ്രേതത്തിനോട് പോകാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം ആഭിചാര ക്രിയകൾ ചെയ്തിട്ട് ആ പെൺകുട്ടീനെ പുറത്തിറക്കാതെ ആ പ്രേതത്തിനോട് പോകാൻ പറയും. അങ്ങനെയാണ് ഇവരിപ്പോ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേതത്തിനോട് വരാൻ പറയും. പ്രേതം വരും. കുളത്തിൽ നിൽക്കുന്ന സിസ്റ്ററിന്റെ ദേഹത്ത് പ്രേതം കയറും. അതുമല്ല, ഹീറോയിന് മാത്രം ആ പ്രേതത്തിന്റെ തലയിൽ ഒരു പ്രത്യേക തരം ബബിള് കാണാൻ പറ്റുന്നുണ്ട്. പ്രേതം പഴയതുപോലെ എല്ലാ ആൾക്കാരെയും ചൂണ്ടി കാണിക്കുന്നുണ്ട്. ഈ ചൂണ്ടുന്ന സമയത്ത് അവരുടെ പേപ്പറിൽ നേരത്തെ വന്ന ഏത് അക്ഷരമാണോ അതേപോലെ തന്നെ ആ അക്ഷരം തന്നെ വരുന്നുണ്ട്. ഈ ആഭിചാര ക്രിയകൾ ചെയ്തതിനു ശേഷം പ്രേതത്തിനോട് തിരിച്ചു പോകാനായിട്ട് ഹീറോയിനും കൂട്ടുകാരിയും പറയാണ്, ബഡ്ഡി കൂട്ടുകാരി. ഈ പറയുന്ന സമയത്ത് പ്രേതത്തിന് എന്തോ ഒരു മനംമാറ്റം വന്നിട്ട് അതിന്റെ മുഖം മൂടി വലിച്ചൂരിയിട്ട് ഹീറോയിനെ നോക്കിയിട്ട് പറയാണ്, ഞാൻ പോണോ, ഞാൻ നിന്റെ അനിയത്തിയാണെന്ന്. ഹീറോയിന്റെ സ്വന്തം അനിയത്തിയില്ലേ, അവളാണെന്ന്. സ്റ്റെപ്പ് സിസ്റ്റർ അല്ല, സ്വന്തം അനിയത്തി. ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അവള് പോണ്ടാന്ന് പറയാനായിട്ട് വരുമ്പോൾ ബാക്കിയുള്ള 2 പേര് വിളിച്ചു പറയും, അത് നിന്റെ അനിയത്തിയല്ല, പ്രേതം നിന്നെ കളിപ്പിക്കാൻ നോക്കുന്നതാണെന്ന്. അവള് സ്വയബോധം തിരിച്ചെടുത്തിട്ട് പ്രേതമേ തിരിച്ചു പോന്ന് പറയും. അതുകൊണ്ട് തന്നെ പ്രേതം ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ ഇവർ ആഭിചാര ക്രിയകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു സമാധാനമുണ്ട്. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ഹീറോ പുറത്തിറങ്ങും. അതായത് ആ സർക്കിളിന്റെ പുറത്തിറങ്ങും. എന്നിട്ട് അവൻ പോലീസിനെ വിളിക്കുകയാണ് രക്ഷിക്കാൻ പറഞ്ഞിട്ട്. അവര് പെട്ടെന്ന് തന്നെ വരാടാ മോനെ എന്ന് പറഞ്ഞ് അവന്റെ പേരും പറയും. പോലീസുകാർക്ക് അവന്റെ പേരെങ്ങനെ അറിയാം? ഒരാൾ വിളിക്കുമ്പോൾ അവരുടെ പേര് അറിയാൻ പാടില്ലല്ലോ. ഹീറോയ്ക്ക് എപ്പോഴേ മനസ്സിലായി സിഗ്നൽ ഒന്നും കിട്ടിയിട്ടില്ല, ഇത് പ്രേതത്തിന്റെ വേറെ ഒരു കളി മാത്രമാണ്. ഹീറോ ആകെ തകർന്നു പോകുന്നുണ്ട്. ബഡ്ഡി കൂട്ടുകാരി വന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നീട് അവരെല്ലാരും കൂടെ ഓരോ സൈഡിലായിട്ട് മാറിയിരിക്കും. കാരണം അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. ഹീറോ വിഷമിച്ചിരിക്കുമ്പോൾ ഹീറോയിനും അടുത്തോട്ട് വരും. എനിക്ക് പേടിയാവുന്നുണ്ട്, കുറച്ച് സമയം ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന്. ഹീറോ അതിന് സമ്മതിക്കും. ഇവിടെ ഇരുന്നോളാൻ പറയും. ഹീറോയിൻ അടുത്ത് വന്നിരുന്നത് കൊണ്ട് തന്നെ ഹീറോ അവളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. ഇനി അവര് പുറത്തു പോകുന്ന അറിയാൻ പാടില്ല, അതുകൊണ്ട് ഇപ്പോഴാണ് പറയാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോൺ എടുത്ത് അവളെ ഇഷ്ടമാണെന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കും. അവൾ ഒന്നും ചിന്തിക്കാതെ തന്നെ ആ ഫോൺ വാങ്ങിച്ചിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് തിരിച്ചതിനകത്ത് ടൈപ്പ് ചെയ്യും. ഹീറോയ്ക്ക് സന്തോഷമായിട്ട് അവളുടെ കവിളിൽ ഉമ്മ കൊടുക്കുകയാണ്. അവൾ തിരിച്ച് അവന്റെ ചുണ്ടിൽ ഉമ്മ കൊടുക്കും. അങ്ങനെ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. ഹീറോയിൻ അവനോട് പറയും, നീ പേടിക്കണ്ട, നമ്മൾ എന്തായാലും ജീവനോടെ ഇവിടെ തിരിച്ചു പോകുന്നു. ഹീറോയിനും അവനെ ഇഷ്ടമാണ്, ഹീറോയ്ക്കും അവനെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവന് ആത്മവിശ്വാസം കൊടുക്കുകയാണ്, 2 പേരും കൂടെ ഒരുമിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന്. ഇവരവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോകും. ലൈറ്റ് ഒന്നുമില്ല. ഹീറോ ഓടി ചെന്നിട്ട് അവരുടെ ലൈറ്റ് ഓണാക്കാണ്. അവരുടെ കയ്യിലുള്ള ലൈറ്റ്, ബിൽഡിങ്ങിൽ ലൈറ്റ് ഇല്ലെങ്കിലും അവര് ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഓണാക്കും. നോക്കുമ്പോൾ കെട്ടിയിട്ടിരുന്ന കൂട്ടുകാരനെ കാണാനില്ല. അവർ രക്ഷപ്പെട്ടു പോയി. ആരഴിച്ചു കൊടുത്തു? അങ്ങനെ അവർ ക്യാമറ വന്ന് ചെക്ക് ചെയ്യും. നോക്കുമ്പോൾ വേറെ ആരുമല്ല, മയങ്ങി കിടന്ന സ്റ്റെപ്പ് സിസ്റ്റർ ബോധത്തിലോട്ട് വന്നിട്ട്
പറഞ്ഞിട്ട് അവന് കെട്ടയച്ചു കൊടുത്തതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഇവർക്ക് ആർക്കും അറിയാൻ പാടില്ല. പിന്നെ അവർ ക്യാമറയിലോട്ട് നോക്കുമ്പോൾ ഒരു കാര്യം കാണും. അതായത് സ്റ്റെപ്പ് സിസ്റ്റർ അവന്റെ കെട്ടയച്ചു കൊടുത്തിട്ട് ബോധം കെട്ട് മയങ്ങി വീണു. പിന്നീട് അവൻ ക്യാമറയുടെ മുമ്പിൽ വരും കൂട്ടുകാരൻ. എന്നിട്ട് സ്വന്തം കഴുത്തറുത്ത് തന്നെ മരിച്ച് തറയിൽ വീഴുകയാണ്. നേരത്തെ അവർ നോക്കിയ സമയത്ത് അവന് കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് കാണാനില്ലല്ലോ. എന്നാൽ ഇവൻ വന്നിട്ട് സ്വന്തമായിട്ട് കഴുത്തറുത്തങ്ങ് ചത്തു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അതിനർത്ഥം പ്രേതമാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്, ഒരിക്കലും മനുഷ്യരല്ല. ഇവര് സ്വയമേ ചെയ്യുന്നതല്ല, അല്ലാതെ ആരെ പേടിപ്പിക്കാനൊന്നും ചെയ്യുന്നതല്ല. പകരം പ്രേതങ്ങൾ അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. ഇത് കാണുന്ന കൂട്ടുകാരിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. എന്നെ തുറന്നുവിട്, എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ് അവള് വാതിലിന്റെ അവിടെ പോയി കരയാണ്. കുട്ടിക്കൊണ്ട് കരയുന്നുണ്ട്, എന്നെ തുറന്നുവിടെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആര് തുറന്നു വിടാനാണ്? ഹീറോയിനും അവള് കരഞ്ഞു തീർത്തോട്ടെന്ന് വിചാരിച്ച് അവര് മാറി നിൽക്കും. ആ സമയം കൂട്ടുകാരി പെട്ടെന്ന് തന്നെ ആകാശത്തോട് നോക്കുകയാണ്, എന്തോ ഒരു ശബ്ദം കേട്ടിട്ട്. അവളും ആ പ്രേതത്തിനെ കാണുന്നുണ്ട്. ആ പ്രേതം അവളുടെ ദേഹത്തോട് കയറുന്നത് പോലെ. ഹീറോയിനും നോക്കുമ്പോൾ ആ പെൺകുട്ടി ആകാശത്ത് നോക്കി പെടയുന്നത് പോലാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ ബഡ്ഡി കൂട്ടുകാരി ഓടി വന്ന് വെള്ളത്തിലോട്ട് എടുത്തങ്ങ് ചാടും. അതായത് തല കൊണ്ടുവന്ന് മുക്കി വയ്ക്കും. വെള്ളത്തിൽ മുങ്ങി ചാവാനായിട്ട് നോക്കുകയാണ്. ഹീറോയിനും വന്ന് പിടിക്കാൻ നോക്കുമെങ്കിലും പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അവള് ബോധത്തിലോട്ട് വരും. പ്രേതം ദേഹത്തുനിന്ന് ഇറങ്ങിപ്പോയി. അവൾക്ക് അപ്പോഴാണ് ബോധം വന്നത്. എന്തായാലും ഹീറോയിൻ കൂട്ടുകാരെയും വിളിച്ച് ആ വെള്ളത്തിന്റെ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. ഇനി അതിനകത്ത് കൊണ്ടുപോയി തലയിട്ടാലോ? അതുകൊണ്ട് ആ സമയം ഹീറോന്റെ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. അതായത് നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേ, അത് 1 മില്യൺ അടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവർക്കൊരു കാര്യം ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ നേരെ ഓടിപ്പോയി കൂട്ടുകാരന്റെ ഇരിക്കുന്ന ആ ഒരു പേപ്പർ നോക്കും. അവൻ എന്ത് ആഗ്രഹമാണ് എഴുതി വെച്ചേക്കുന്നതെന്ന്. നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, എന്റെ വീഡിയോ 1 മില്യൺ അടിക്കുമെന്നാണ് അതിനകത്ത് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അടിക്കുമെന്ന്. അങ്ങനെ അവന്റെ വീഡിയോ 1 മില്യൺ അടിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റേ പെൺകുട്ടി അതിനകത്ത് എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കൂട്ടുകാരന്റെ നിന്ന് രക്ഷപ്പെടുവോ അതോ അവൻ എന്നെ ഉപദ്രവിക്കുമോ എന്ന്. അവൾ എഴുതി വെച്ച ക്വസ്റ്റ്യൻ പോലെ തന്നെ കൂട്ടുകാരനാണ് കൂട്ടുകാരിനെ കൊന്നു കളഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവർ ആഗ്രഹം എഴുതി വെച്ചാൽ അത് നടക്കുമെന്നാണ്. അതുപോലെ ഹീറോ എഴുതി ചോദിച്ചേക്കുന്നത് വേറൊന്നുമല്ല, ഹീറോയിന് എന്നെ ഇഷ്ടമാണോ എന്ന്. അതേപോലെ തന്നെ ഹീറോയിന് അവന് ഇഷ്ടമാണല്ലോ, അത് നടന്നിട്ടുണ്ട്. അതിനർത്ഥം ഈ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നതാണ്. അടുത്തത് ഹീറോയാണെന്ന് മനസ്സിലായി. ആ സമയം കൂട്ടുകാരിയോട് അങ്ങോട്ട് വരും, ബഡ്ഡി കൂട്ടുകാരി. അവൾ എഴുതിയ ആഗ്രഹം വേറൊന്നുമല്ല, ഹീറോയ്ക്ക് ഏത് പെൺകുട്ടീനെയാണ് ഇഷ്ടമെന്ന്. അതിനർത്ഥം ആ പെൺകുട്ടിക്കും ഹീറോനെ ഇഷ്ടം, ഹീറോയിനും ഹീറോനെ ഇഷ്ടം, രണ്ടുപേർക്കും ഹീറോനെയാണ് ഇഷ്ടം. എന്നാൽ കൂട്ടുകാരി പറയും, ബഡ്ഡി കൂട്ടുകാരി പറയും, എന്റെ കൂട്ടുകാരി ഞാൻ ഇഷ്ടപ്പെടുന്ന പയ്യനെ സ്നേഹിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന പയ്യൻ എന്റെ കൂട്ടുകാരിനെ സ്നേഹിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ ഏറ്റവും വലിയ ആവശ്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാന്നുള്ളതാണ്. ഇതും പറഞ്ഞിട്ട് അവള് കരയും. അവൾക്കുള്ളിൽ വിഷമമുണ്ട്. ഹീറോ അവളെ ഇഷ്ടപ്പെടാതെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടില്ലേ, അതുകൊണ്ട്. ഇവളുടെ സ്വഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസം വരുന്നത് പോലെ തറയിൽ കിടക്കുന്ന ഒരു കത്തി എടുത്തിട്ട് നീയൊക്കെ ചാവണ്ടതാ, എനിക്ക് ചാവണ്ട, നീ ചാവെന്ന് പറഞ്ഞിട്ട് ഹീറോനെ കുത്താനായിട്ട് അവനെ പേടിപ്പിച്ച് ഫിറ്റിക്ക് ചേർത്ത് വെക്കും. എന്നാൽ ഇവള് മാറിപ്പോവും. ഹീറോനെ കുത്തുന്നില്ല, പകരം ഹീറോയിന്റെ അടുത്തോട്ട് ചെല്ലും. നീയാണ് ചാവേണ്ടത്, നീ ചത്താ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കുത്താനായിട്ട് ചെല്ലും. എന്നാൽ ഹീറോ കുറച്ചു നേരം പേടിച്ചു നിന്നെങ്കിലും കുത്താനായിട്ട് വിടില്ല. അവളെ കയറി പിടിക്കുകയാണ്. ഈ പിടിക്കുന്ന സമയത്ത് പിടിയും വലിയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരി പല തവണയായിട്ട് ഫിറ്റിയിൽ ചെന്ന് ഇടിക്കുന്നുണ്ട്. കുറെ തവണ ഇടിക്കുന്ന സമയത്ത് 4 ഭാഗവും 4 ഡോറുകളുണ്ട്. ഈ ഡോറുകളെല്ലാം ഒരുമിച്ച് ഓപ്പൺ ആവുകയാണ്. കാറ്റും പെട്ടെന്ന് തന്നെ വീശി പോകുന്നുണ്ട്. ഇതെന്താ ഡോർ ഇത്ര പെട്ടെന്ന് തുറന്നേന്ന് അറിയാൻ പാടില്ല. അതുപോലെ തന്നെ ഹീറോയിൻ ബഡ്ഡി കൂട്ടുകാരി ബഹളം വെക്കുന്നത് കണ്ടപ്പോൾ അവളുടെ കൈയും കാലും എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അവൾക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല. അവളെ കെട്ടിയിട്ടല്ലോ. ഇനി ആ ഡോറിനപ്പുറം എന്താണെന്ന് നോക്കണം. ഇറങ്ങിപ്പോകുന്ന ഡോറല്ല തുറന്നത്, പകരം ആ റൂമിലുള്ള വേറെ കുറെ ഡോറുകളാണ് തുറന്നത്. അതിൽ ഏതെങ്കിലും ഡോർ വഴി പോയാൽ പുറത്തോട്ട് പോകുന്ന കണ്ടുപിടിക്കണം. ഇനി അതാണ് ഇനിയുള്ള ടാസ്ക്. എന്തായാലും കൂട്ടുകാരിനെ കെട്ടിയിട്ടതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ ഒരു റൂമിന്റെ അകത്തോട്ട് കയറി ചെല്ലും. അതൊരു പാത്ത് വേ ആണ്, അതായത് ഒരു വഴി പോലാണ്. അവിടെ കുറെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തുണി തൂക്കിയിട്ടിട്ടുണ്ട്. അതിനകത്ത് മരണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനർത്ഥം ഈ ആഭിചാര ക്രിയകൾ നേരത്തെ ആരൊക്കെ ചെയ്തിട്ടുണ്ട്, പഴയ ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇവിടെ ആഭിചാര ക്രിയകൾ ചെയ്യുന്ന സ്ഥലമായിരുന്നു. എന്തായാലും അതും കണ്ടിട്ട് അവർ പുറത്തോട്ട് ഇറങ്ങി വരും. ഇവർ ഒരു സ്ഥലത്തൂടെ കറങ്ങിയിട്ട് വേറൊരു സ്ഥലത്ത് വന്ന് കയറും. അതേ സെയിം റൂമിൽ തന്നെയാണ് വന്ന് കയറുന്നത്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല. ഇനി 2 റൂം കൂടെ ചെക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ റൂം ഞാൻ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹീറോ അകത്തോട്ട് കയറിപ്പോകും. ഹീറോയിൻ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവ അകത്തോട്ട് കയറി പോകുമ്പോൾ ആ റൂം മൊത്തം ഓരോ പേപ്പർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു പേപ്പർ താഴെ ഇളകി വീണിട്ടുണ്ട്. അതിനകത്ത് ഹീറോയിന്റെ പേരാണ്. അങ്ങനെ അതെടുത്ത് അവൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തൊരു അലർച്ച കേൾക്കും. ഹീറോയിന്റെ അലർച്ചയാണ് കേൾക്കുന്നത്. ഹീറോ വീടില്ല, പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോൾ അവിടെ മൊത്തം ഇരുട്ടാണ്. അതുമല്ല, ഈ ശബ്ദം കേൾക്കുന്നിടത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ കൂട്ടുകാരിനെ ഫിറ്റിയുടെ മണ്ടയിൽ പിടിച്ച് തൂക്കിയിട്ടേക്കാണ്. ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയാൻ പാടില്ല. എന്താ പറ്റിയെന്ന് ചോദിച്ച് അടുത്തോട്ട് ചെല്ലുമ്പോൾ പിറകിൽ നിന്ന് ആരോ കത്തിക്ക് കുത്തും. അത് മറ്റാരും അല്ല, ഹീറോയിനാണ് ഹീറോനെ പിറകിൽ നിന്ന് കുത്തിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്, ഞങ്ങൾ എന്തിനാ ചതിച്ചതെന്ന് ഹീറോ ചോദിക്കും. ഹീറോയ്ക്ക് മനസ്സിലായി ഹീറോയിൻ ഇവരെ മനഃപൂർവ്വം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചതിച്ചതാണെന്ന്. ഇപ്പൊ ഹീറോനെ പിന്നീന്ന് കുത്തിയതല്ലേ, എല്ലാരും ഇങ്ങോട്ട് മനഃപൂർവ്വം കൊണ്ടുവന്നതാണ് ഹീറോയിൻ. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഹീറോ സ്കൂളിൽ കിടന്നുറങ്ങിയ സമയത്ത് ഹീറോയിനാണ്
ആണ് ഹീറോന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിനകത്ത് പങ്കെടുക്കാം, അടിപൊളിയായിരിക്കും, പ്രേതത്തിന് വീഡിയോ എടുക്കുന്ന മത്സരമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഹീറോ ഇന്റർവെല്ലിന് പുറത്തിറങ്ങി വരുമ്പോൾ ഹീറോയിൻ കൂട്ടുകാരന്റെ അടുത്ത് പോയി പറയുന്നത് കണ്ടായിരുന്നു. അതിനർത്ഥം ഇവരെ എല്ലാവരെയും മനഃപൂർവ്വം ഹീറോയിൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഹീറോയിൻ പറഞ്ഞു കൊടുക്കും, പണ്ട് ഹീറോയിന് സ്വന്തമായിട്ട് ഒരു സഹോദരി ഉണ്ടായിരുന്നു, സ്വന്തം കൂടപ്പിറപ്പ്. ആ കുട്ടിയായിട്ട് ഹീറോയിൻ നല്ല സന്തോഷത്തിലായിരുന്നു. ഇവര് തമ്മിൽ ഒരു സത്യം ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്യാന്ന്. മൂത്ത ചേച്ചിയാണല്ലോ അനിയത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അങ്ങനെ അനിയത്തി ഞാനാണ് ഇനി മുതൽ ചേച്ചി, അതുകൊണ്ട് ചേച്ചീനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം ചെയ്തിട്ട് കുമിളകൾ പറത്തിവിടുമായിരുന്നു. അതുകൊണ്ടാണ് ഹീറോയിൻ ഇടയ്ക്കിടയ്ക്ക് കുമിളനെ കാണുന്നത്. ആ ബബിളില്ലേ, അത് തന്നെ. അങ്ങനെ ഒരു ദിവസം ഹീറോയിനും അനിയത്തിയും കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഈ കൊച്ചു പെൺകുട്ടി ബാത്റൂമിന്റെ അകത്ത് കയറി കഥ അടച്ചു. ഹീറോയിൻ എന്തോ ഒരു ആവശ്യത്തിനായിട്ട് കൊച്ചു പെൺകുട്ടീനെ വിളിക്കും, എന്തോ ഒരു ആവശ്യത്തിനായിട്ട് കളി തമാശയ്ക്ക് വിളിച്ചാണ്. എന്നാൽ ആ പെൺകുട്ടി ബാത്റൂമിൽ എത്തിപ്പിടിച്ച് എന്തോ ഷാമ്പോ സോപ്പോ മറ്റോ എടുക്കുമായിരുന്നു. ഹീറോയിൻ വിളിച്ചത് കൊണ്ട് തന്നെ കാല് തെറ്റിയിട്ട് ബാത്ത് ടബിൽ മരിച്ചു വീണുപോയി. ഹീറോയിൻ ചെന്ന് നോക്കിയപ്പോൾ അനിയത്തി മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഇത് കൊച്ചു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, അത് മരണപ്പെട്ടു പോയെന്നൊന്നും അറിയാൻ പാടില്ല. കുറച്ച് സമയം കഴിയുമ്പോഴായിരിക്കും ഹീറോയിന്റെ പേരൻസ് അകത്തോട്ട് കയറി വരുന്നത്. അവരെവിടോ കറങ്ങാനൊക്കെ പോയിട്ട് വന്നതാണ്. അവര് വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ മാത്രമേ ഉള്ളൂ. അനിയത്തി എന്തെന്ന് ചോദിക്കുമ്പോൾ അനിയത്തി ബാത്റൂമിലുണ്ടെന്ന് ഹീറോയിൻ അറിയാതെ പറയും, കാരണം അതിനെ അറിയത്തില്ലല്ലോ അത് മരണപ്പെട്ടു പോയെന്ന്. അമ്മയും അച്ഛനും ചെന്ന് നോക്കുമ്പോൾ അനിയത്തി മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. രണ്ടുപേരും കൂടെ പൊരിഞ്ഞ വഴക്കാവും. നിങ്ങൾ കാരണമാണ് ഇങ്ങനെ ആയതെന്ന് പറഞ്ഞിട്ട് അമ്മ അച്ഛനുമായിട്ട് വഴക്കിടും, അതുപോലെ തന്നെ അച്ഛൻ അമ്മയെടുത്തും വഴക്കിടും, കുട്ടി മരിച്ചു പോയത് കൊണ്ട് തന്നെ. അങ്ങനെ ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ആവും. പിന്നീട് അച്ഛൻ വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കും. ആ സ്ത്രീക്ക് ആൾറെഡി ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയാണ് ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ. ആ സ്റ്റെപ്പ് സിസ്റ്റർ ഭയങ്കര സ്നേഹത്തോട് ഹീറോയിനോട് പെരുമാറിയാലും ഹീറോയിൻ നല്ല രീതിയിലൊന്നല്ല പെരുമാറുന്നത്. നീ എന്റെ അനിയത്തിയല്ല, നീ വേറെ ആളാണെന്ന് പറഞ്ഞ് ഹീറോയിൻ ദേഷ്യപ്പെടുമായിരുന്നു. അതുമല്ല, ഇവൾക്ക് സ്വന്തം അനിയത്തിനെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്റർനെറ്റ് ഒക്കെ നോക്കിയിട്ട് സാത്താ സേവനെ പറ്റി പഠിച്ചു. പിന്നെയും പരതിയപ്പം ഏതൊക്കെ സൈറ്റിൽ നിന്ന് ഈ ഒരു സ്ഥലം കണ്ടെത്തി. ഇവിടെ വെച്ച് ആഭിചാര ക്രിയകൾ ചെയ്യുവാണെങ്കിൽ 5 പേരെ ബലി കൊടുക്കുകയാണെങ്കിൽ അവളുടെ അനിയത്തിയുടെ ജീവനെ തിരിച്ചു കൊടുക്കാന്ന് ഏതോ ഒരു സാത്താൻ ഇന്റർനെറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടാണ് ഇവൾ എല്ലാരെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടിയിട്ട് കൊന്നത്. ഇപ്പൊ ഹീറോനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിന്നെ ഞാൻ കൊല്ലൂടാന്ന് പറഞ്ഞ ഒരു ചങ്ങലെടുത്ത് അവന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ ഞെരിച്ച് അങ്ങ് കൊന്നു കളയും. ആ സമയം പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് സിസ്റ്റർ ബോധത്തിലോട്ട് വരും. ഇവരെല്ലാരും മരിച്ചതുകൊണ്ട് തന്നെ അവൾ ബോധത്തിലോട്ട് വന്നതായിരിക്കണം. അതുമല്ല, അവളുടെ കാലിലുള്ള ആ ചെയിൻ ഊരിപ്പോയിട്ടുണ്ട്. ആ ചെയിൻ ഉള്ളത് കൊണ്ടാണ് അവൾ ബോധം കിട്ടുപോയത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ആ ചെയിൻ ഊരിപ്പോയത് കൊണ്ട് തന്നെ അവൾക്ക് അനങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ അവിടെ കിടയടി, നിനക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് ഹീറോയിൻ ആകെ ദേഷ്യപ്പെട്ട് സ്റ്റെപ്പ് സിസ്റ്ററിന്റെ അടുത്ത് ചെല്ലുകയാണ്. സ്റ്റെപ്പ് സിസ്റ്റർ ഹീറോയിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹീറോയിൻ അങ്ങനെയൊന്നും അവളെ കണ്ടിട്ടില്ല. അവളുടെ അടുത്ത് വന്ന് അവളെ പേടിപ്പിച്ച് അവളുടെ കാലിൽ ആ ചെയിൻ കെട്ടിക്കൊടുക്കുകയാണ്. ആ ചെയിൻ കെട്ടിക്കൊടുത്തതോടെ അനിയത്തിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് സിസ്റ്ററിന് അനങ്ങാൻ പറ്റുന്നില്ല. ആ ചെയിനിൽ എന്തോ ആഭിചാര ക്രിയകൾ ഹീറോയിൻ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല. പിന്നീട് സ്റ്റെപ്പ് സിസ്റ്ററിനെ ആ കുളത്തിൽ പിടിച്ച് ചങ്ങലയ്ക്ക് കെട്ടിവെക്കും. അവൾ ഒരു സൈഡിൽ മാറി ഇരുന്നിട്ട് ഓരോ മന്ത്രങ്ങൾ ചൊല്ലാനായിട്ട് തുടങ്ങും. പ്രേതമേ തിരിച്ചു വാ, പ്രേതമേ തിരിച്ചു വാന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്ന പ്രേതമാണെങ്കിൽ അവിടുത്തെ തീയൊക്കെ ആളി കത്തിക്കും. മെഴുകുതിരിയൊക്കെ മറ്റേ പടക്കം പൊട്ടുന്ന പോലെ മണ്ടയിൽ പൂത്തിരിയായിട്ട് കത്തുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഹീറോയിന് മുമ്പിൽ ഒരു ബബിള് വരുന്നുണ്ട്. ആ ബബിൾ അങ്ങ് പൊട്ടിപ്പോവും. തൊട്ട് മുമ്പിൽ അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററിനെയാണ് കാണുന്നത്. പതി അവളുടെ തലയിലുള്ള കവർ ചെന്ന് ഊരിക്കളയുമ്പോൾ അത് മറ്റാരുമല്ല, അവളുടെ സ്വന്തം അനിയത്തി തന്നെയാണ്. അനിയത്തിക്ക് ബോധമില്ല. നീ ആരാ, നീ എന്താ ഇവിടെ, ഞാൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഞാൻ നിന്റെ ചേച്ചിയാ, നീ മറന്നുപോയോ? മറ്റേ അനിയത്തിയാണെങ്കിൽ ആകെ പേടിച്ചു പോകും, ചേച്ചി ഇത്ര പെട്ടെന്ന് വലുതായോ എന്ന്. അവള് ബാത്റൂമിൽ സോപ്പ് എടുക്കാൻ പോയതേ അവൾക്ക് ഓർമ്മയുള്ളൂ, ബാക്കിയൊന്നും ഓർമ്മയില്ല. അവള് മരിച്ചു പോയില്ലേ, ഞാൻ നിനക്കെല്ലാം പറഞ്ഞുതരാം, നീ പേടിക്കണ്ട, ഇതൊന്നും കണ്ട് പേടിക്കണ്ട, നീ ഹോസ്പിറ്റലിലായിരുന്നു ഇത്രയും നാള്, കോമയിലായിരുന്നു, നിനക്കെല്ലാം പറഞ്ഞുതരാന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ വിളിച്ച് ഹീറോയിൻ പോവാണ്. അവള് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് അനിയത്തിയുടെ കാലിൽ പിടിക്കും. അവന് ചെറിയൊരു ജീവൻ ഉണ്ടായിരുന്നു, എന്നാൽ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടുപോയി. പിടിച്ചത് മാത്രമേ ഉള്ളൂ, മരണപ്പെട്ടുപോയി. ചെറിയൊരു ജീവനെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പിടിച്ചുടനെ അനിയത്തിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. ബാക്കിയുള്ള ആൾക്കാരുടെ ആത്മാവ് സ്റ്റെപ്പ് സിസ്റ്ററിന്റെ ശരീരത്തിൽ കയറും. നീ എന്തിനാടി ഞങ്ങളെ കൊന്നെന്ന് ചോദിച്ചിട്ട് അവര് ദേഷ്യപ്പെടും. എന്നാൽ ഹീറോയിൻ അത് ആ ചെയിനിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ആ ചെയിൻ അഴിക്കാനായിട്ട് നോക്കും. ഹീറോയിന്റെ കൈ വിടിയിപ്പിച്ചിട്ട് എന്നാലും നടക്കുന്നില്ല. പെട്ടെന്ന് തന്നെ പ്രേതം പുറത്തു വരും. അതായത് ഇത് സാത്താന്റെ വെറും ട്രിക്ക് മാത്രമായിരുന്നു. ആരെങ്കിലും ആഭിചാര ക്രിയകൾ ചെയ്തിട്ട് സാത്താനെ നരകത്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരണമായിരുന്നു ഭൂമിയിലോട്ട്. അത് ചെയ്യാനായിട്ട് ഹീറോയിനെ പറ്റിച്ച് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. ഹീറോയിൻ അതുപോലെ തന്നെ ഈ ഒരു കുഴിയിൽ ചെന്ന് ചാടിക്കൊടുത്തു. ഇപ്പൊ പ്രേതം പുറത്തു വന്നു. നിനക്കുള്ള സമ്മാനം ഞാൻ തരാം, ഇനി നീ കൂടെ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ അടുത്തോട്ട് വന്നിട്ട് അവള് കഴുത്ത് ഞെരിച്ചങ്ങ് കൊന്നു കളയും. സാത്താന്റെ നെറ്റിയിൽ ഒരു പ്രത്യേകതര സിമ്പലൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഹീറോയിന്റെ മരണം ഇങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സ്റ്റെപ്പ് സിസ്റ്റർ ഹീറോയിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. സ്റ്റെപ്പ് സിസ്റ്റർ പേപ്പറിൽ എഴുതി വെച്ചിരുന്നത് മറ്റൊന്നുമല്ല, ഹീറോയിൻ എന്നെ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു, എന്നെ ഇഷ്ടമാണോ എന്നാണ്. അതല്ല, അത് ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് ചേച്ചീനെ ഒരുപാട് ഇഷ്ടമാണോ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഹീറോയിൻ അതൊന്നും കേൾക്കാതെയാണ് ആ പെൺകുട്ടീനെ കൊന്നു കളഞ്ഞത്. കൊന്നു കളഞ്ഞെന്ന് പറയാൻ
പറ്റത്തില്ല. ആ പെൺകുട്ടിയുടെ ആത്മാവിനെ അതിന്റെ ബോഡിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് സ്വന്തം അനിയത്തിയുടെ ആത്മാവിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. എന്നാൽ സാത്താൻ പറ്റിച്ചിട്ട് സാത്താനാണ് അനിയത്തിയുടെ ദേഹത്ത് കയറിയത്, സ്റ്റെപ്പ് സിസ്റ്ററിന്റെ ദേഹത്ത് കയറിയത്. ഇപ്പൊ സാത്താൻ വന്നിട്ട് ഹീറോയിനെ കൊന്നു കളഞ്ഞു. കട്ട് ചെയ്താൽ ഒരു സ്ഥലം, ഒരു വെള്ള സ്ഥലം, അതിനകത്ത് ഹീറോയിൻ കുടുങ്ങി കിടപ്പുണ്ട്. ഒരു ഗ്ലാസിനകത്ത് കുടുങ്ങി കിടക്കുന്നത് പോലെ ഹീറോയിൻ അതിനകത്തിട്ട് കൊട്ടും, എന്നെ തുറന്നു വിടണേ, എനിക്ക് എന്റെ അനിയത്തിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞ ഹീറോയിന്റെ ആത്മാവ് സ്വർഗത്തിലും പോത്തില്ല നരകത്തിലും പോത്തില്ല, എവിടെ കുടുങ്ങി കിടപ്പുണ്ട്. അവളുടെ അന്ത്യം അങ്ങനെയാണ്. ഇതിനുശേഷം ഓരോ ആൾക്കാർ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തില്ലായിരുന്നു, അതാണ് നമ്മളെ കാണിക്കുന്നത്. കൂട്ടുകാരന്റെ പേരും അവൻ എന്താണ് ആഗ്രഹിക്കുന്നത് ഉള്ള കാര്യങ്ങളൊക്കെ പറയണേ. അവനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഹീറോ ഒരു ബേസ്ബോൾ കളിക്കുന്ന പ്ലെയർ ആവാനാണ് ആഗ്രഹിക്കുന്നത്, അതും കൊറിയയിലുള്ള ടീമിന് വേണ്ടി. അനീതിയാണെങ്കിൽ ഒന്നും പറയുന്നില്ല, എനിക്ക് എന്റെ ചേച്ചീനെ ഇഷ്ടമാണ്, എന്റെ പേര് ഇന്നതാന്ന് പറഞ്ഞിട്ട് അവൾ ആ വീഡിയോ നിർത്തും. ബഡ്ഡി കൂട്ടുകാരിക്ക് വലുതായിട്ടൊന്നും പറയാനില്ല, അവൾ അവളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ കൂട്ടുകാരിക്കാണെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹം ഏതാന്ന് വെച്ചാൽ അവൾക്കൊരു കോളേജിൽ കയറണമായിരുന്നു, നല്ലൊരു കോളേജിൽ. ഇതൊക്കെ തന്നെയുള്ളൂ ഹീറോയിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ അവൾക്ക് ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ സമയം പങ്കിടണം. ഏത് ഫാമിലിയാന്ന് മനസ്സിലായല്ലോ, അവളും അവളുടെ അനിയത്തിയാണ് അവൾ ഫാമിലി ആയിട്ട് ഉദ്ദേശിച്ചത്, മനസ്സിലായോ? സ്റ്റെപ്പ് സിസ്റ്ററിന്റെ ശരീരം ത്യാഗം ചെയ്തിട്ട് അവളുടെ അനിയത്തിനെ സ്റ്റെപ്പ് സിസ്റ്ററിന്റെ ദേഹത്തോട്ട് കൊണ്ടുവരണമായിരുന്നു, അവളുമായിട്ട് സമയം പങ്കിടണമായിരുന്നു. എന്നാൽ അത് നടന്നില്ല. എന്തായാലും ഈ ഇൻട്രൊഡക്ഷനും കാണിച്ചുകൊണ്ടാണ് 2025 റിലീസായ ദ ഗോസ്റ്റ് ഗെയിം എന്ന ഈ ഒരു മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ പറയാ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും താഴെ പറയാ, എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ താഴെ പറയാ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവരെ ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.